ഒരു മോശം സിനിമയെക്കുറിച്ച് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ വളരെ പോസിറ്റീവായ ഒരു റിവ്യൂ നടത്തിയെന്ന് വിചാരിക്കുക, 2 ആഴ്ച ഈ ഇൻഫ്ലുവൻസർക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അതും പ്രധാനമാണ്. കാരണം ആളുകൾ ഇവൻ്റെ വർത്തമാനം കേട്ടിട്ട് ഈ സിനിമ പോയി കാണുന്നു. അതാണ് ഈ ചങ്ങായി ഭയങ്കര അഭിപ്രായം പറഞ്ഞ സിനിമ തല്ലിപ്പൊളി സിനിമയാണ് എന്ന് വരുമ്പോൾ ഈ സിനിമയെ മാത്രമല്ല അത് ബാധിക്കുന്നത്. ആരെ ബാധിക്കുന്നത്? ഈ ഇൻഫ്ലുവൻസറെ കൂടി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മോശം സിനിമയ്ക്ക് പൈസ കൊടുത്ത് നല്ല റിവ്യൂ ചെയ്യിച്ചത് കൊണ്ടും ആ സിനിമയും വിജയിക്കില്ല, ഈ ഇൻഫ്ലുവൻസർ പരാജയപ്പെടുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ആ പറയുന്നതിലൊരു അർത്ഥമില്ല. റിവ്യൂകൾ നടക്കട്ടെ. ആളുകൾക്ക് ഇതിൽ പ്രത്യേകിച്ചും ഈ നിയമപരമായിട്ട് ഇതിനകത്ത് ഇടപെടണം, പോലീസ് ഇടപെടണം എന്നൊക്കെയുള്ള വാദം, കേസ് എടുക്കണം എന്നുള്ള വാദമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലേ ഇതിനെവിടെ അതിരിടുന്നൊരു പ്രശ്നമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതൊന്നും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഇടപെടേണ്ട ഒരു വിഷയമേ അല്ല. ഇതിൻ്റെതായൊരു ഡൈനാമിക്സ് ഉണ്ട്. ആ ഡൈനാമിക്സിൽ കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ എന്താണ് അംഗം അട്ടഹാസം അല്ലേ? ഈ സിനിമ ഓഫ് കോഴ്സ് അതിലിപ്പോൾ പണം മുടക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ വിജയിക്കുന്നില്ല, നഷ്ടത്തിലേക്ക് പോകുന്നു, തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ വിഷമം ഉണ്ടാവും. പക്ഷേ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഭയങ്കര പൊളിറ്റിക്സ് പോലെ തന്നെയാണ് സിനിമ. അതിനകത്തുണ്ടല്ലോ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് ഭൂസ്വത്ത് വിറ്റ് എത്ര അധികം ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും സാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം ഡെലിക്കേറ്റായിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലൊരു പ്രൊഡ്യൂസർ പണം മുടക്കുമ്പം അതെല്ലാം ആലോചിക്കണം. ആരാണ് കഥ എഴുതുന്നത്, ആരാണ് കാസ്റ്റിങ്, ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെടും, അതാണ് ഇതൊരു ബേസിക്കലി ഒരു ബിസിനസ്സുകാരാണല്ലോ. അതിൻ്റെ ബിസിനസ് പ്രോസ്പെക്ട്സ് എന്താണെന്ന് ആലോചിച്ച് കരുതലോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് എത്ര നന്നായി സിനിമ ചെയ്താലും മോശം കമൻറ്റ്സ് പറയുന്ന ആളുകളുണ്ടാവും. പക്ഷേ അതിനെയും അതിജീവിച്ച് സിനിമയ്ക്ക് പോകാൻ പറ്റും.